Hi dear students, welcome back to Dhanya's classroom. It's me, Dhanya. Today we are going to learn our fourth chapter. Title of fourth chapter that is Landscape Analysis Through Maps. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്നതാണ് നമ്മളുടെ നാലാമത്തെ ചാപ്റ്ററിന്റെ പേര്. First page of your textbook include a description. Please listen that description. The British realized that they could ascertain power and collect the taxes in their colonies only if they clearly understood the special geographical features of each of them. ഓരോ രാജ്യത്തെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ തങ്ങൾ കീഴടക്കിയ കോളനികളിൽ അധികാരമുറപ്പിക്കാനും നികുതി പിരിക്കാനും സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിവിധ സർവേ നടത്തി ഭൂപടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. This made them decided to conduct various surveys and prepare on their basis. Accordingly, 3 surveys, namely tax survey, trigonometric survey and topographic survey were carried out by East India Company in Indian subcontinent. അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ 3 തരത്തിലുള്ള സർവേകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. നികുതി സർവേ, ടോപ്പോഗ്രഫിക്കൽ സർവേ, ട്രിഗണോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ 3 സർവേകളാണ് നടത്തുന്നത്. ദിസ് സർവേ ദാറ്റ് വർ ബിഗാൻ വിത്ത് ദി stewardship of Colonel William Lambton in 1802, which took more than 50 years to be completed, were very accurate. 1802 കേണൽ വില്യം ലാംപ്ടണിന്റെ ചുമതലയിൽ ആരംഭിച്ച 50 വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഈ സർവേകൾ വളരെ കൃത്യമായിട്ട് ഉള്ളതായിരുന്നു. Several Indians were part of these surveys conducted through difficult terrain and hostile climate, carrying the heavy metallic survey instrument called theodolite, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ, which weighed half a ton. ഏകദേശം 1/2 ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ തിയോഡോലൈറ്റ് എന്ന ഭൂസർവേ ഉപകരണവുമായിട്ടാണ് ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് നടത്തുന്ന ഈ സർവേയിൽ ഒരുപാട് ഇന്ത്യക്കാരും പങ്കാളികളായിരുന്നു. The surveys incurred immense expenditure and took a toll on many. Colonel George Everest joined as an assistant to Lambton in 1818. 1818 കേണൽ ജോർജ് എവറസ്റ്റ് ലാംപ്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ്. ദിസ് വാസ് ദ ഫസ്റ്റ് സർവേ ദാറ്റ് റെക്കോർഡഡ് ദ കറക്റ്റ് മെഷർമെന്റ് ഓഫ് ഹിമാലയൻ മൗണ്ടെയിൻ റീജിയൻ. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തുന്നത്. As a tribute to George Everest, who took up the survey as Lambton's successor, the highest peak in Himalayan mountain range was named as Mount Everest. ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ടാണ് പിൽക്കാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകിയത്. The first topographic map of the Indian subcontinent were prepared after the completion of the survey in 1854. 1854 പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ധരാതലീയ ഭൂപടം, ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ മലയാളമാണ് ധരാതലീയ ഭൂപടം, നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. Our first topic that is topographical map. എന്താണ് ധരാതലീയ ഭൂപടം? അതിലേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലൈനിൽ പറയുന്നു ലാർജ് സ്കെയിൽ മാപ്പിനെ പറ്റി നോക്കാം. Based on scale, maps are classified into 2. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് മാപ്പിനെ സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ ലാർജ് സ്കെയിൽ എന്നും സ്മോൾ സ്കെയിൽ എന്നും രണ്ടായി തിരിച്ചത്. Topographic map is an example for large scale map. The large scale maps are prepared by incorporating minute details of smaller area. ഒരു ചെറിയ പ്രദേശത്തിന്റെ താരതമ്യേന ഒരു ചെറിയ പ്രദേശത്തിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സ്മോൾ സ്കെയിൽ മാപ്പ്? ടെക്സ്റ്റിൽ തന്നിട്ടില്ല, എന്നാലും നമ്മൾ അറിയണമല്ലോ. മാപ്പ് ഷോയിങ് ഓൺലി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഓഫ് എ ലാർജ് ഏരിയ. വലിയ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്, വാട്ട് ഈസ് ടോപ്പോഗ്രഫിക് മാപ്പ്? എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടം?
Topographic maps are depict minute details of all the natural and man-made features on the Earth's surface. Natural എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തം, man-made മനുഷ്യനിർമ്മിതമായ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള, ഡെപ്പിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം ഉണ്ടാവും എന്ന് നോക്കാം. These maps contain important surface features such as undulation of the terrain എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ, rivers, water bodies, forest, agricultural land, etc. കൂടുതൽ പറയുന്നില്ല. ഭൂമിയിലെ മാൻമെയ്ഡും നാച്ചുറലും ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും? ടോപ്പോഗ്രഫിക് മാപ്പിൽ ഉണ്ടായിരിക്കും. One extra reading topic is the topo sheet. The English term topography is derived from the Greek term topo and graphe, which means place and to write or draw. ടോപ്പോ എന്നും ഗ്രാഫെ എന്നും രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ടോപ്പോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം. ടോപ്പോ എന്ന് പറഞ്ഞാൽ സ്ഥലമെന്നും ഗ്രാഫെ എന്ന് പറഞ്ഞാൽ വിവരിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. അപ്പം ഇതാണ് ടോപ്പോഗ്രഫിക് മാപ്പ് എന്നതിൻ്റെ അർത്ഥം. ടോപ്പോഗ്രഫിക് മാപ്പ് ആർ ആൾസോ നോൺ ആസ് ടോപ്പോ ഷീറ്റ്. ടോപ്പോഗ്രഫിക് മാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ടോപ്പോ ഷീറ്റ് എന്നും കൂടി പറയുന്നു. ഇനി ഇന്ത്യയിൽ ആരാണ്, ഏത് അതോറിറ്റിയാണ് ടോപ്പോ ഷീറ്റുകൾ നിർമ്മിക്കുക നോക്കാം. In India, the preparation of topographic map is entrusted to a central government agency named Survey of India. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആരാണ് ടോപ്പോ ഷീറ്റ് നിർമ്മിക്കുന്നതെന്ന്. ദെൻ ആരാണ്? സർവേ ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂണിലാണ്. Certain restrictions have been imposed on the use of topographic map of strategic region owing to the national security concern. രാജ്യസുരക്ഷയെ പരിഗണിച്ചിട്ട് തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാലേ നമ്മളുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഈ ടോപ്പോ ഷീറ്റിൽ ഉണ്ടെങ്കിൽ ഒരു തീവ്രവാദികൾ നമ്മളുടെ ടോപ്പോ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ആക്രമണം നടത്തണമെങ്കിൽ എളുപ്പമല്ലേ. അപ്പം അതുകൊണ്ട് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാഠഭാഗത്തിലെ 4 മാർക്കിന്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ആർ ദി യൂസസ് ഓഫ് ടോപ്പോ ഷീറ്റ്. കൃത്യമായി പഠിക്കുക. എന്താണ് ടോപ്പോ ഷീറ്റിന്റെ യൂസസ്? അനാലിസിസ് ഓഫ് ദി ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്. ഭൂമിയിലെ ഭൗതികവും കൾച്ചറൽ സാംസ്കാരികവുമായ സവിശേഷതകൾ മനസ്സിലാക്കാൻ. Then second point for military operation and preparation of military map. സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സൈനിക പ്രവർത്തനങ്ങൾക്കും. Then third point, identification and analysis of the natural and cultural resources of a region as a part of economic planning. As a part of economic planning, we want to find out natural resources. പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തുന്നതിന്. ലാസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് ഫോർ അർബൻ പ്ലാനിംഗ്, നഗരാസൂത്രണത്തിന്. ഈ 4 പോയിന്റ് ആണ് യൂസസ് ഓഫ് ടോപ്പോ ഷീറ്റ്. ടോപ്പോഗ്രഫിക് മാപ്പ് ക്യാൻ റീഡ് ഓൺലി ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ്. ഇപ്പൊ ഏതൊരാൾക്കും ഒരു ടോപ്പോ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായ പരിശീലനവും പ്രായോഗിക പരിചയവും ആവശ്യമാണ്. A thorough knowledge of the numbering scheme, then locational aspect, conventional signs and symbols, elevation, slope of terrain and the methods of their representation, etc. are essential for comprehending topographical map. Layout and numbering of topo sheet. The number of the topo sheet denote the area it represents. ധരാതലീയ ഭൂപടങ്ങളിൽ നമ്പർ തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു 45D/10 ആസ് ലൈക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. ആ നമ്പർ ഏത് പ്രദേശത്തെയാണോ ആ ഭൂപടം പ്രതിനിധാനം ചെയ്യുന്നത് ആ പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് നമ്പർ ഡിനോട്ട് സെർട്ടൈൻ പാർട്ട് ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. ഞാൻ പറഞ്ഞു 45D/10. Similarly, unique numbers are given to topo sheet covering different region.
ഇതുപോലെ എല്ലാ ടോപ്പോ ഷീറ്റിലും വ്യത്യസ്ത നമ്പറുകൾ നൽകിയിട്ടുണ്ട്. Topo sheet of the old world have been prepared in several sheets of same size and shape. ഒരേ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായിട്ട് ലോകത്തിന്റെ മൊത്തം ടോപ്പോ ഷീറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ മൊത്തം പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടോപ്പോ ഷീറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. The whole world is prepared in double two sheets. That means 2222 sheets. 2222 പേജുകളിലായിട്ടാണ് ടോപ്പോ ഷീറ്റ് ലോകത്തിന്റെ മൊത്തം ധരാതലീയ ഭൂപടം നിർമ്മിച്ചിട്ടുള്ളത്. 1800 sheets for region between 60 degree north and south latitude. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി നോർത്ത് വരെയും 60 ഡിഗ്രി സൗത്ത് വരെയുമുള്ള പ്രദേശങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി എത്ര ഷീറ്റുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്? 1800 sheets are used. 420 sheets for the region between 60 degree and 88 degree in both latitude. ഈ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി സൗത്തിലും നോർത്തിലും ഈ രണ്ടിനെയും കൂടിയാണ് പറയുന്നത്. ഈ രണ്ട് പ്രദേശങ്ങളെയും ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് 420 ഷീറ്റ്സ് ആണ്. Then remaining 2 sheets for both the poles. രണ്ട് പോളുകളെയും ചിത്രീകരിക്കാൻ വേണ്ടി എത്ര ഷീറ്റ് ഉപയോഗിച്ചു? 2 ഷീറ്റുകളാണ് ഉപയോഗിച്ചത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1800, 420 and 2. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. അപ്പം ലോകം മൊത്തം ചിത്രീകരിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് 2222. അങ്ങനെ പറയാനല്ലേ എളുപ്പം. 2222 sheets. The numbering of India's topo sheet are done on the basis of India and adjoining countries map series. ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകളിൽ നമ്പർ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്ത്യയുടെ മാപ്പിൽ പാകിസ്ഥാൻ ഉണ്ട്, ചൈനയുണ്ട്, മ്യാൻമാർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രത്യേക ആകൃതി കാരണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. As each of this map in this series is in 1:10 lakh scale, these are known as million sheet. ഈ പരമ്പരയിൽ ഉൾപ്പെടുന്ന എല്ലാ ഷീറ്റുകളും 1:10 lakh എന്ന തോതിലായതിനാൽ ഇവയെ മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇതുപോലെ വരുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് പറയുന്നത്. മില്യൺ ഷീറ്റ് കവറിംഗ് 4 degree latitudinal and 4 degree longitudinal extent are given numbers from 1 to 105. These numbers are known as index numbers. നിങ്ങൾ ആ ഇന്ത്യയുടെ മാപ്പിൽ നോക്കുന്ന സമയത്ത് ഓരോ ബോക്സിനുള്ളിലും ഓരോ നമ്പറുകൾ കാണാം. 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായിട്ട് ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഈ നമ്പറുകൾക്ക് പറയുന്ന പേരാണ് സൂചക നമ്പറുകൾ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നത്. ഇനി ഇതിനെ വീണ്ടും വിഭജിക്കാൻ പോവുകയാണ്. ദെൻ ഫിഗർ 4.3 നിങ്ങൾ കാണുന്നുണ്ട്. ഈച്ച് ഓഫ് ദ ഷീറ്റ് ഇൻ ദിസ് കാറ്റഗറി എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 16 പാർട്ട്. 55 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ബോക്സിനെ, ആ ഒരു ഒറ്റ കള്ളിയെ വീണ്ടും 16 ഭാഗങ്ങളാക്കി വിഭജിക്കാൻ പോവുകയാണ്. അതിന് പറയുന്ന പേരാണ് ഡിഗ്രി ഷീറ്റ്. ഓരോ മില്യൺ ഷീറ്റിനെയും നമുക്ക് വിഭജിക്കാവേ. Each million sheet is divided into 16 parts in the order A, B, C, D up to P. ഫിഗർ 4.4 നിങ്ങൾ നോക്കിയാൽ കാണാം. എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നു. ദ മില്യൺ ഷീറ്റ് നമ്പർ 55 ഈസ് ഡിവൈഡഡ് ഇൻ ടു 16 പാർട്ട് ആസ് 55A, 55B, 55C as like that. Each of this sheet with 1 degree latitudinal and longitudinal extent is prepared in 1:250,000 scale. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ ഡിഗ്രി ഷീറ്റിനെ നമ്മൾ 1:250,000 എന്ന സ്കെയിലിലാണ് വിഭജിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ മില്യൺ ഷീറ്റിനെയും വിഭജിക്കാൻ ദ ഡിഗ്രി ഷീറ്റ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു 16 ഈക്വൽ പാർട്ട്. ഡിഗ്രി ഷീറ്റിനെ വീണ്ടും 16 ഈക്വൽ ഭാഗമായി വിഭജിക്കാൻ പോകും. നിങ്ങൾ കണ്ടല്ലോ എ മുതൽ പി വരെ ഉണ്ടെന്ന്. അതിൽ ഓരോ കോളത്തെയും വീണ്ടും നമുക്ക് 16 ഭാഗമാക്കി മാറ്റാം. ഈച്ച് ഡിഗ്രി ഷീറ്റ് ഹാസ് 15 minute latitudinal
latitudinal and longitudinal extent and are numbered as 1, 2, 3 up to 16. അപ്പം നമ്മൾ കണ്ട അതിൽ നിന്ന് ഡി ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ആ ഡീനെ നമ്മൾ വീണ്ടും വിഭജിച്ചിട്ട് എത്രയാക്കി വിഭജിക്കുന്നു? 1 മുതൽ 16 വരെ നമ്പേഴ്സ് ആക്കി വിഭജിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പോ ഷീറ്റിൻ്റെ മുകളിൽ കാണുന്നത് 55 D/10 D/3 ആസ് ലൈക്ക് ദി നമ്പേഴ്സ്. ദീസ് ഷീറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ 1:50,000 സ്കെയിൽ. 1:50,000 എന്ന സ്കെയിലിലാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ടോപ്പോ ഷീറ്റ് നമ്പർ 45. 45 എന്ന നമ്പറിൽ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കേണ്ടത് ആ ഇന്ത്യയുടെ മാപ്പാണ് കേട്ടോ. രാജസ്ഥാൻ, മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്. The second question, the index number of topo sheet which cover the state of Odisha. ഒഡീഷ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ ടോപ്പോ ഷീറ്റ് നമ്പേഴ്സ് 64, 65, 73, 74. ഈ ചാപ്റ്ററിന്റെ റിമൈനിങ് പാർട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ലൈക്ക് മൈ ക്ലാസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്, മൈ ഡിയർ സ്റ്റുഡൻസ്.